ഇപ്പോൾ എക്സാലോജിക്കിന്റെ ഹർജിയിൽ വീണ വിജയന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കർണാടക ഹൈക്കോടതി എക്സാലോജിക്കിന്റെ ഹർജി തള്ളി. പല രീതിയിലായിരുന്നു ഈ ഒരു അന്വേഷണം വന്നപ്പോൾ, SFI അന്വേഷണം വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ ROC അന്വേഷണം വന്നപ്പോൾ തന്നെ CPM നേതാക്കളും മുഖ്യമന്ത്രിയും അടക്കം പ്രതിരോധിക്കാൻ നോക്കിയത്. അതൊക്കെ തന്നെ അപ്പാടെ പൊളിഞ്ഞിരിക്കുകയല്ലേ ഈ ഹർജി കൂടെ, കർണാടക ഹൈക്കോടതിയിൽ കൂടെ ഹർജി തള്ളിയത് കൂടെ? ഇതില് കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ കൊടുത്ത റിട്ട് പെറ്റീഷൻ ഉണ്ടല്ലോ, അത് ഇവരാരും വായിച്ചു നോക്കുന്നില്ല. അതാണ് വീണ കൊടുത്ത റിട്ട് പെറ്റീഷനിൽ തന്നെ പറയുന്നുണ്ട്, ഈ ROC അന്വേഷണം തുടങ്ങിയത് 2021 ജാനുവരിയിലാണ്. അന്ന് നമ്മളാരും ഇതറിഞ്ഞില്ല. 21 ജാനുവരിയിലാണ് ആദ്യം ഇവർക്ക് സെക്ഷൻ 206 വെച്ചിട്ടുള്ള നോട്ടീസ് കൊടുക്കുന്നത്. അതിന്റെ മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ടാണ് സെക്ഷൻ 210 വെച്ചുള്ള അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിന്റെ ഒരു ഇന്ററിം റിപ്പോർട്ട് 3 പേരടങ്ങിയ ഒരു കമ്മിറ്റി ഇത് അന്വേഷിച്ചു. അവർ ഇന്ററിം റിപ്പോർട്ട് കൊടുത്തു. അവരുടെ നിർദ്ദേശമാണ് ഇത് SFI അന്വേഷണം വേണം എന്നുള്ളത്. ആ നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനിടയ്ക്ക് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ജഡ്ജ്മെന്റ് വന്നില്ല. അത് IT പ്രശ്നമാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡയറക്റ്റ് ഈ രേഖകൾ എടുക്കാൻ ROCക്ക് അനുവാദമില്ല. ROCയും ഇൻകം ടാക്സും ഒക്കെ സർക്കാരിന് തന്നെ സ്ഥാപനങ്ങളാണ്. പക്ഷേ ROC ഡയറക്റ്റ് ഇൻകം ടാക്സിനോട് ചോദിച്ചാൽ അവര് ഇത് കൊടുക്കാൻ പാടില്ല. കാരണം ഇത്തരം ഡോക്യുമെന്റുകൾ അങ്ങനത്തെ ഒരു അല്പം കോൺഫിഡൻഷ്യൽ സ്വഭാവം ഉള്ളതാണ്. കോടതിയിൽ ഹാജരാക്കാമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയത്തിൽ നിൽക്കുന്ന ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ അതിന് SFIO തന്നെ വേണം. കാരണം SFIO ഒരു മൾട്ടി ഡിസിപ്ലിനറി ഏജൻസിയാണ്. അതായത് അവർക്ക് ഇൻകം ടാക്സിലും പരിശോധിക്കാം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ പരിശോധിക്കാം, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് അഫയേഴ്സിലെ റെക്കോർഡ്സ് പരിശോധിക്കാം. ഇതിനെല്ലാത്തിനുമുള്ള അധികാരമുള്ള ഏജൻസിയാണ് SFIO. അതുകൊണ്ട് ROC ഇത് SFIOയ്ക്ക് വിടണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ജാനുവരിയിലാണ്. അതേ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഇത് ROCക്ക് വിടുന്നത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ രാഷ്ട്രീയമായ പകപോക്കലോ അങ്ങനെയൊന്നുമല്ല. രാഷ്ട്രീയമായ പകപോക്കലാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് 2021 തുടങ്ങിയത്? ഇപ്പൊ 24 ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കേന്ദ്ര സർക്കാർ ഇതിൽ പോയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇന്ററിം ഓർഡർ പറയും എന്ന് പറഞ്ഞ കോടതി ഇന്ന് ഫൈനൽ ഓർഡർ പറഞ്ഞത്. അതും ആരും ശ്രദ്ധിക്കാതെ പോയി. ഇന്നലെ പറഞ്ഞത് ഇന്ററിം ഓർഡർ നാളെ പറയാം എന്നാണ്. പക്ഷെ ഇന്ന് പറഞ്ഞപ്പോഴോ ഫൈനൽ ഓർഡറാണ്. ഫൈനൽ ഓർഡറിന്റെ ഓപ്പറേറ്റീവ് പാർട്ട് പറഞ്ഞു പെറ്റീഷൻ ഡിസ്മിസ്ഡ്. ഇന്ററിം ഒന്നും അല്ലാതെ ഫൈനലാണ്. പെറ്റീഷൻ ഡിസ്മിസ്ഡ്. ഓർഡർ വിൽ ബി അപ്ലോഡഡ് ടുമോറോ മോർണിംഗ്. നാളെ രാവിലെ ഒരു 10:30 ആകുമ്പോൾ കർണാടക ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ ഇതിന്റെ ഓർഡർ കാണും. വീണയുടെ തർക്കം എന്തായിരുന്നു? വീണ പറയുന്നത് SFI അന്വേഷണം ആവശ്യമില്ല. 210 വെച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ 212 വെച്ച് വേറൊരു അന്വേഷണം പാടില്ല. അത് കൂടാതെ അവർ പറഞ്ഞു ഇവര് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് അന്വേഷിക്കുന്നു, അത് ഇതിൽ പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞു. ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർമാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇവരുടെ റിലേറ്റീവ് ഉണ്ടെങ്കിൽ അയാളുമായിട്ടുള്ള ട്രാൻസാക്ഷനാണ്. അപ്പോൾ SFIO പറഞ്ഞു അവർ തന്നെ അഡ്മിറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഞങ്ങൾ സത്യം പറഞ്ഞേക്കാം. KSIDCക്ക് ഇതിൽ ഷെയർ ഉണ്ട്. KSIDCയുടെ ഉടമസ്ഥൻ കേരള ഗവൺമെന്റ് ആണ്. ആ കേരള ഗവൺമെന്റിനെ നയിക്കുന്നത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയന്റെ മകളാണ് വീണ വിജയൻ. അപ്പോൾ പിണറായി വിജയൻ ഇതിനകത്ത് ഒരു റിലേറ്റഡ് പാർട്ടിയായിട്ട് മാറുന്നു. അതിനാൽ KSIDC റിലേറ്റഡ് പാർട്ടിയായിട്ട് മാറും. അപ്പൊ ഞങ്ങൾക്ക് ROC ബാംഗ്ലൂരിൽ അന്വേഷിക്കണം, ROC തിരുവനന്തപുരത്ത് അന്വേഷിക്കണം, KSIDC അന്വേഷിക്കണം, CMRL അന്വേഷിക്കണം. ഇത്രയും സ്ഥലത്ത് അന്വേഷിക്കണമെങ്കിൽ അതാത് സ്ഥലത്തെ ROCക്ക് മാത്രം പറ്റുള്ളൂ. അത് തമ്മിലുള്ള കോർഡിനേഷൻ അവർ തമ്മിലൊന്നും ഈ ജന്മത്തൊന്നും അത് നടക്കില്ല. അതുകൊണ്ടാണ് SFIO എന്നുള്ള സംവിധാനം 2005 വന്നത് തന്നെ. ഇത് കൊണ്ടുവന്നത് തന്നെ UPA സർക്കാരാണ്. ആരോടുള്ള രാഷ്ട്രീയ പകപോക്കലിനും കൊണ്ടുവന്നത്.
അപ്പൊ രാഷ്ട്രീയ പകപോക്കലാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നിയമാനുസൃതം കൊടുത്ത പെറ്റീഷൻ, അതിന് SFIO കൊടുത്ത മറുപടി, ഇതൊക്കെ പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. വീണ ഇനി സുപ്രീം കോടതി പോയാലും സുപ്രീം കോടതി ഇതിൽ ഇടപെടാൻ പോകുന്നില്ല. കാരണം ഒരാളെ പറ്റി അന്വേഷിക്കാൻ അയാളുടെ അനുവാദം ആവശ്യമില്ല. ഇവര് വീണയെ കേട്ടില്ല എന്നൊക്കെ പറയുമല്ലോ, അതൊന്നും ശരിയല്ല. വീണ നേരിട്ട് തന്നെ ബാംഗ്ലൂർ ROCയിൽ ഹാജരായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് ജൂലൈ 2022 മറ്റോ ആണ്. ഇതൊക്കെ നേരത്തെ സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ട് വീണയെ കേട്ടില്ല അന്ന് ബാലനും ഗോവിന്ദനും ഒക്കെ പറയുന്നുള്ളതല്ലാതെ വീണയ്ക്ക് അത് പറയാൻ സാധ്യമല്ല. കോടതിയിൽ വീണ ഇത് നിഷേധിച്ചിട്ടില്ല. വീണ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്, ഞാൻ നേരിട്ട് ഹാജരായി വിശദീകരിച്ചു, പക്ഷെ അതവർക്ക് തൃപ്തികരമല്ല എന്ന് പറയുന്നു. എനിക്ക് ഈ കമ്പനി ഇപ്പോൾ ഇവരെ അന്വേഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇറിപ്പറബിൾ ലോസ് ഉണ്ടാകും. അപ്പോ കേന്ദ്ര സർക്കാരിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ SFIയുടെ വാദം. SFIO പറഞ്ഞു അവരുടെ കമ്പനി ഇപ്പോൾ ഡോർമന്റ് സ്റ്റേജിലാണ്, പ്രവർത്തിക്കുന്നില്ല, പൂട്ടിക്കിടക്കുകയാണ് എക്സാലോജിക്. അത് ഞങ്ങൾ പരിശോധിക്കുന്ന എന്ത് നഷ്ടം വരാനാ? മാത്രമല്ല ഇത് പൂട്ടാനായിട്ട് അവർ നുണയും പറഞ്ഞു. ഒരു കമ്പനി പൂട്ടണമെങ്കിൽ ആ കമ്പനിയെ പറ്റി എൻക്വയറിയോ കംപ്ലൈന്റോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്ന് സത്യവാങ്മൂലം കൊടുക്കണം. അപ്പൊ കള്ള സത്യവാങ്മൂലം കൊടുത്തിട്ടാണ് വീണ ഈ കമ്പനി പൂട്ടിയിരിക്കുന്നത് തന്നെ. അത് തന്നെ സംശയാസ്പദമാണ്. ഇന്നിപ്പോ വീണ അടുത്ത അബദ്ധം കാണിച്ചിട്ടുണ്ട്. എന്താണത്, കാനഡയിലെ ഒരു കമ്പനിയില്ലേ ഷോൺ ജോർജ് പുറത്തുവിട്ട കമ്പനി, ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് വീണയുടെ പേര് മാറ്റുക. പേര് മാറ്റാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് ശ്രീ TG മോഹൻദാസ്, എന്തായാലും ഈ ഹർജികൾ തള്ളുമെന്നുള്ള കാര്യം അറിയാം. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതിയിൽ പോയിരുന്നാലും വീണ വിജയന് രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളുടെ പേരൊക്കെ മാറ്റി തന്നെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാം എന്നൊരു വളഞ്ഞ വഴി കൂടെ വീണ ഇതിനിടയിൽ ചിന്തിക്കുകയുണ്ടായി. പോലീസ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ കള്ളൻ ഈ കട്ട മുതൽ അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിക്കുമല്ല. ഡപ്പയിൽ വെച്ചെടുത്തിട്ട് പരണത്ത് വയ്ക്കും, പരണത്തിൽ നിന്ന് എടുത്തിട്ട് പറമ്പിൽ കുഴിച്ചിടും. ഈ അവസ്ഥയാണ് വീണ വിജയന്റെ ഇപ്പോൾ. ഇങ്ങനെ പരിഭ്രമിച്ചോടി അതൊന്നും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ TG മോഹൻദാസ് പ്രതികരിച്ചതിലേക്ക്.